നമസ്കാരം. ധനുഷ് ഇന്ത്യൻ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ബ്രൂസ് ലീയുടെ ജനനാണ്. അതായത് നമ്മുടെ ധനുഷ്, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ധനുഷിന്റെ ജന്മദിനമാണ് ജൂലൈ 28 1983 ജൂലൈ 28 കസ്തൂരി രാജയുടെ മകനായി മദ്രാസിൽ ജനനം. ചെറുപ്പം മുതലേ സിനിമ എന്നൊരാഗ്രഹത്തെ മനസ്സിലേറ്റിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ധനുഷ്. കാണുമ്പോൾ തീരെ ശരീരം ചെറുതാണെങ്കിലും ഏകദേശം ഒരു ബ്രൂസിലിയുടെ ഒരു കട്ടുള്ള ഒരു ഫേസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു ധനുഷ്. തീർച്ചയായിട്ടും ഈ ഒരു ആഗ്രഹം അച്ഛനോട് തുറന്നു പറഞ്ഞെങ്കിലും ആദ്യമൊക്കെ അദ്ദേഹം സ്വീകരിച്ചില്ല. പക്ഷെ പിന്നീട് അദ്ദേഹം സ്വീകരിക്കേണ്ടതായിട്ട് വന്നു. കാരണം അതിലേറെയാണ് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി സിനിമയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്. ശരിക്കും സിനിമ എന്ന് പറയുന്ന ആ ഒരു മോഹം ഉദിച്ചത് അദ്ദേഹത്തിന്റെ മാത്രം ആഗ്രഹമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് വരെ സപ്പോർട്ടിങ്ങിലൂടെയാണ് സിനിമ മേഖലയിൽ എത്തണമെന്ന ആഗ്രഹം വളരാനുള്ള കാരണമായത്. അങ്ങനെയാണ് അദ്ദേഹം സിനിമയെ എയിം ചെയ്തത്. ഞാനും സിനിമയെ പ്രണയിക്കുന്ന ഒരാളാണ്. എനിക്കുമുണ്ട് ഇതുപോലെ സുഹൃത്തുക്കളും ബന്ധുക്കളും. തീർച്ചയായിട്ടും ഞാനും ഒരു ദിവസം സിനിമാ മേഖലയിൽ എത്തുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുമുണ്ട്, നിങ്ങൾക്കും ഉണ്ടാവണം. കാരണം വേറെ ഒന്നുമല്ല, ആഗ്രഹമാണ് ഒരു മനുഷ്യന്റെ ലൈഫ് മാറ്റിമറിക്കുന്നത്, അത് സെക്കൻഡുകൾക്കകം തന്നെ. അങ്ങനെ ഒത്തിരി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സിനിമ എന്നൊരു ആഗ്രഹം 2002 പിതാവ് കസ്തൂരി രാജ ഒരുക്കിയ തുള്ളുപതോ ഇളമേ എന്ന ആ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ ആദ്യ കാൽവയ്പ് വമ്പൻ ഹിറ്റായിരുന്നു ആ ഒരു ചിത്രം. ഈ ഒരു ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ ഒത്തിരി ബോഡി ഷെയിമുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർ കളിയാക്കുന്ന ഒരു തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ. ഇത്രയും വണ്ണം കുറഞ്ഞൊരു ആളെ ഇങ്ങനെ നായകനാക്കാൻ സാധിക്കും, അതുമാത്രമല്ല അദ്ദേഹത്തിന് കാണാനൊരു കോലവുമില്ല എന്നുള്ളൊരു ബോഡി ഷെയിം, അതുപോലെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ആ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ മികവ്, അവിടെയാണ് വിജയം കാണാൻ സാധിച്ചത്. പിന്നീടുള്ള മിക്ക ചിത്രങ്ങളും വമ്പൻ ഹിറ്റുകൾക്ക് വഴിയൊരുക്കി എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ആ ഒരു കൊറിയ മനുഷ്യൻ അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞ ആ ഒരു വ്യക്തി ശരീരത്തിലല്ല, ശരീരഘടനയിലല്ല കാര്യം, കഴിവിലാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു എന്നുള്ളതാണ് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു മഹാനടന്റെ. കൃത്യമായിട്ട് പറഞ്ഞ മഹാനടൻ മാത്രമല്ല, ഡയറക്ടർ, ലിറിക്സ് റൈറ്റർ, ഗാനരചയിതാവ്, ഗായകൻ, മ്യൂസിഷ്യൻ എന്ന് തുടങ്ങി എല്ലാ മേഖലകളിലും കൈവച്ച ആ ഒരു മഹാനടനാണ് ധനുഷ്. ഈ ധനുഷ് എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ നമുക്ക് നൽകിയ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ആ ഒരു കാലഘട്ടം വരെയും ഭംഗിയുള്ളവർക്ക് മാത്രമേ നായകനാവാൻ സാധിക്കൂ, അല്ലാതെ ഭംഗിയില്ലാത്തവന് ഒരിക്കലും നായകനാവാൻ സാധിക്കില്ല എന്ന ഒരു ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഒരു നടനാണ് ധനുഷ്. കാരണം അദ്ദേഹത്തിന് ബോഡി ഷേമിംഗ് ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിനെയൊക്കെ തരണം ചെയ്തു. പക്ക അഭിനയം, അദ്ദേഹത്തിന്റെ സ്വന്തമായ ശൈലിയിലുള്ള കഴിവിലൂടെ ഓരോ പ്രേക്ഷകരെയും കയ്യിലെടുക്കാമെന്ന് കാണിച്ചു തന്ന ഒരേ ഒരു നായകനാണ് ധനുഷ്. പിന്നീട് അദ്ദേഹം അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും ആടുകളം, കോഴിപ്പോരാട്ട, മരിയൻ, വേലയില്ലാ പട്ടധാരി, അനേകൻ, കൊടി, വടചെന്നൈ, അസുരൻ, തിരുച്ചിത്രമ്പലം, വാതി, മാരി, മാരി 2, വേലയില്ല പട്ടധാരി 2, കൊലവറി എന്ന റൊമാൻറ്റിക് സൈക്കോളജിക്കൽ ത്രില്ലർ. ഈ ഒരു കാലഘട്ടത്തിലും അദ്ദേഹത്തിന് സ്വന്തമായ ഒരു നിർമ്മാണ കമ്പനി ഉടലെടുത്തു, വണ്ടർബാർ ഫിലിംസ്. അതിലും ഒത്തിരി അവാർഡുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു അവാർഡുകളുടെ പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നുപോയ ഓരോ നിമിഷങ്ങളും ഇപ്പോഴും മനസ്സുകളിൽ ഓർക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഞാൻ സമയങ്ങളെന്നില്ല, ഒത്തിരി അവാർഡുകൾ സ്വീകരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പറയുന്ന ധനുഷ്. 2024 കാലഘട്ടത്തിൽ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലാണ് അദ്ദേഹത്തിന്റെ നിൽപ്പ്. തീർച്ചയായിട്ടും AR റഹ്മാൻ മ്യൂസിക് ചെയ്ത, ധനുഷ് തന്നെ സ്റ്റോറി, ഡയറക്ഷൻ, ലിറിക്സ് റൈറ്റിംഗ്, അതിനൊപ്പം തന്നെ ആലാപനം എല്ലാം ഒരു കൈക്കുമ്പിളിൽ ഒതുക്കിയ ആ ഒരു ചെറിയ മനുഷ്യൻ അല്ല, സിനിമാ മേഖലയിൽ അദ്ദേഹം വലിയ മനുഷ്യനാണെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മെസ്സേജാണ് നമുക്ക് പ്രേക്ഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഒരു വ്യക്തിയുടെ ബോഡിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആകാര വടിവിലോ ഭംഗിയിലോ അല്ല കാര്യം, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സ്വന്തം ശൈലിയിലുള്ള കഴിവിലാണ്. ആ ഒരു കഴിവിന്റെ സാന്നിധ്യമാണ് പ്രേക്ഷകർ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി ബോഡി ഷെയിമുകളും അധിക്ഷേപങ്ങളും കവർ ചെയ്തു വന്ന ഈ ഒരു ധനുഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമ്മൾക്ക് ഇപ്പോഴും ഹീറോയാണ്. അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂഷൻ. അപ്പോൾ തുള്ളുപതോ ഇളമേ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലൂടെ വന്ന് ഇപ്പോൾ റായൻ എന്ന് പറയുന്ന ആ ഒരു വമ്പൻ ഹിറ്റ് ചിത്രത്തിന്റെ നടുവിൽ കാൽ കുത്തിയിരിക്കുകയാണ് ധനുഷ് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടർ, ആക്ടർ, ലിറിക്സ് റൈറ്റർ, ഒപ്പം തന്നെ ഒരു ഗായകൻ. ശരിക്കും എല്ലാ മേഖലകളിലും, സിനിമ ഇൻഡസ്ട്രിയിലെ എല്ലാ മേഖലകളിലും കൈവച്ച ഒരേ ഒരു നടൻ ധനുഷ്.
ആദ്യകാല ചിത്രങ്ങളിൽ അവാർഡുകൾക്ക് മുന്നേ തന്നെ പ്രേക്ഷകർ കൊടുത്തൊരു വലിയൊരു പട്ടമുണ്ട്. തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ ബ്രൂസ് ലീ.